ദേശീയപാത എങ്ങനെ മോശമായി നിർമ്മിക്കാമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കൊല്ലം ജില്ലയിൽ പല ഭാഗങ്ങളിലും കാണുന്നത്. ഈ പാലത്തറ ജംഗ്ഷനിൽ കാണാം, അതായത് സർവീസ് റോഡിന്റെ വശം പകുതിയിലധികം ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണ്. ആളുകൾക്കിപ്പോൾ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കുന്നു. ഇതുവഴിയുള്ള, അതായത് ഈ ദേശീയപാത വഴിയുള്ള, നിർമ്മാണം നടക്കുന്ന ദേശീയപാത വഴിയുള്ള യാത്ര ഇപ്പോൾ അവിടെ ബാരിക്കേഡുകൾ വച്ച് നിരോധിച്ചിരിക്കുകയാണ്. ആളുകൾ ഈ ആലപ്പുഴ വഴി എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കൊല്ലം നഗരത്തിലൂടെ പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങൾ ഇട റോഡുകളെ ആശ്രയിച്ചാണ് ഇപ്പോൾ പോകേണ്ടുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത്. അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാം തന്നെ ആയിരിക്കുന്നത്. ഈ റോഡിനെ കുറിച്ച്, അതായത് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പലപ്പോഴുമൊക്കെ പരാതികളൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് ആളുകൾ പറയുന്നുണ്ട്. പലപ്പോഴായിട്ട് നമ്മൾ പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരവും കണ്ടിട്ടില്ലല്ലേ? പലപ്പോഴായിട്ടുള്ള പരാതി എന്ന് പറയുന്നത് ഇതിൻ്റെ പണി മൊത്തത്തിൽ പണി തീരണമല്ലോ. നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് വികസനവും നമുക്ക് ആവശ്യമാണ്. വികസനവും ആവശ്യമാണ്, ഇവിടെ പണിയും തീരണം. അപ്പോൾ അത് ഇവിടുത്തെ രണ്ട് കൂട്ടരും അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇവിടുത്തുകാരും കേന്ദ്രവും രണ്ടു കൂട്ടരും ശ്രദ്ധിച്ച് ചെയ്യേണ്ട പണിയാണ്. അത് രണ്ടു ശ്രദ്ധക്കുറവുണ്ടല്ലേ ഇങ്ങനെ? അതിൻ്റെ കുഴപ്പം കൊണ്ട്, അതിൻ്റെ പോരായ്മ ഉണ്ട്. അതിൻ്റെ പോരായ്മയുടേതാണ് ഈ ഇപ്പോൾ കാണുന്നത്. ഇത് കട്ട് ചെയ്ത് കളയേണ്ടതാണെങ്കിൽ അത് സൈഡ് കട്ട് ചെയ്യണം. ഇത് അവർ കട്ട് ചെയ്തില്ല, അവർ ഇടിച്ച് പൊട്ടിച്ചപ്പോൾ അത് കംപ്ലീറ്റ് പോയതാണ്. അതിനാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത്. ചേട്ടാ, ഈ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. ഇതുവഴി യാത്ര ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഇവിടെ യാത്ര ചെയ്യാനെന്ന് പറഞ്ഞാൽ രാവിലെ ഈ വിഷയം വന്നപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറയുന്നത് ഇവിടെ മാത്രമെന്നല്ല, നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അപ്പുറത്തെ സൈഡ് ഇതെല്ലാ റോഡുകളും ഇടിഞ്ഞു വാരി കിടക്കുവാണ്. ഒരു വാഹനം വന്നാൽ മറ്റൊരു വാഹനത്തിന് കയറിപ്പോകാൻ പോലും ഒക്കത്തില്ല. ഒരു സംരക്ഷണ ഭിത്തി പോലും ഇല്ലാത്ത ഒരു കണ്ടീഷനാണ്. എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് ആർക്കും അറിയാൻ വയ്യ. ഇനിയിപ്പോൾ എങ്ങനെയാലും മഴ മാറി നിന്നാൽ 4 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച കൂടുതൽ എടുക്കും. ഈ ഒരാഴ്ച കൂടുതലെന്ന് പറയുന്നത് ഈ ഒരാഴ്ചയല്ല, ഒരു മാസം കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് ഇത് പെട്ടെന്ന് തീരുമെന്ന് അറിയാൻ ഒക്കത്തില്ല. ആ ഒരു കണ്ടീഷനിൽ കിടക്കുവാണ്. ഈ നിർമ്മാണ കമ്പനിയായ ശിവാല കൺസ്ട്രക്ഷൻസിന്റെ സേഫ്റ്റി ഓഫീസർ പറഞ്ഞത് മഴ മാറി നിന്നാൽ 1 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് ഈ പണികൾ, അറ്റകുറ്റപ്പണി നടത്താൻ കഴിയും. അതുവരെ എന്തായാലും ഇതുവഴിയുള്ള യാത്രയ്ക്ക് നിരോധനമുണ്ട്. പക്ഷേ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ എന്താണ് അടുത്തെന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായിട്ടൊരു ധാരണയില്ല. ഈ അവസ്ഥ ഇത്രയും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പരാതികൾ പറഞ്ഞതായിട്ടാണ് നിങ്ങൾ പറയുകയും ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട 2 ഹോസ്പിറ്റലുകൾ ഉള്ള വഴിയാണ്. ഇതിലേക്കൂടെ 100 കണക്കിന് ആംബുലൻസാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരുപാട് വാഹനങ്ങൾ, ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഒരു ദിവസം കടന്നു പോകുന്ന ഈ വഴി ഇവരുടെ അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അവരൊരു നിമിഷം എന്ന് പറയുക, ഇതിലേക്കൂടെ വാഹനം പോകണ്ട എന്ന് തീരുമാനിച്ചാൽ പോകണ്ട എന്നുള്ളതാണ്. ദേശീയപാത അതോറിറ്റിയുടെ ആരും ഇങ്ങോട്ടേക്ക് വരും. ഇതിലെ ഈ നിമിഷം വരെ, ഇത് കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇതേവരെ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. തികഞ്ഞ അനാസ്ഥയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ട്രോളുകൾ കൊണ്ടും പിന്നെ മുഹമ്മദ് റിയാസ് ഇത് പരസ്യപ്പെടുത്തുമ്പോൾ ഇതേപോലുള്ള തകർച്ചകൾ ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കാറുള്ളത്? ഈ ആളുകൾ അതാണ് പ്രധാനമായിട്ട് പരാതി പറയുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കുന്നില്ല. ഒരു അധികൃതരുടെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു. അത് തന്നെയാണ് ഇത്തരത്തിൽ ആളുകൾക്ക് ഇപ്പോൾ ഒരു ദുരവസ്ഥ എത്തിയത്. എത്രയും വേഗം ഈ പണി പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആളുകളുടെ യാത്ര, അതായത് ജില്ലകൾ കടന്നു പോകുന്ന ആളുകളുടെ യാത്രയും ഇതുവഴി നിരവധി സ്കൂളുകളുണ്ട്, അവരുടെ യാത്രകളായിരിക്കും വരും ദിവസങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടിലാവുക. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശലിനൊപ്പം ലിജോ റോളൻസ്.